നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ മകൾക്കെതിരെയുള്ള കള്ളപ്പണ ഇടപാട് കേസിന്റെ ഭാഗമായി നിയമപരമായ അന്വേഷണത്തിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ വീണ്ടും കോടതി തള്ളിയിരിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എസ് നസീറയാണ് 7 പ്രതികളുടെയും ജാമ്യ ഹർജി തള്ളിയത്. കഴിഞ്ഞ 57 ദിവസമായി ജയിലിൽ കിടക്കുന്ന ഈ പ്രതികൾക്ക് ഇനി കുറഞ്ഞത് 23 ദിവസമെങ്കിലും തടവിൽ തന്നെ തുടരേണ്ടതായി വരും. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതുവരെയെങ്കിലും അണികൾക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും മക്കളുടെയും സുരക്ഷിതത്വത്തിനായി തെരുവിൽ വടിയും കല്ലും എടുത്തിറങ്ങിയ പാവം അണികളുടെ കഷ്ടകാലം കൊണ്ട് ജനങ്ങൾ ചിരിക്കണോ അതോ കരയണോ എന്ന് അറിയാത്ത അവസ്ഥയിലാണ്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും തങ്ങളുടെ കുടുംബത്തോടൊപ്പം എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ സകല സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കുമ്പോഴാണ് ഇവർക്ക് വേണ്ടി വഴിയിലിറങ്ങി ഗുണ്ടായിസം കാണിച്ച അണികൾ ഇരുട്ടറയ്ക്കുള്ളിൽ കഴിയുന്നത്. ശ്രീജിത്ത്, അനിൽകുമാർ, ദിനീരൻ നായർ, അമൽ, ദിനകർ, ഷിജു, സലീം, നിഷാദ് എന്നീ 7 പേരാണ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഇഡി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനായി ശ്രമിച്ച കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് ഈ 7 പേരെ കുറിച്ച് ഒരു വാക്ക് മിണ്ടാനോ ഇവരെ ജയിലിൽ പോയി കാണാനോ അല്ലെങ്കിൽ ഇവർക്കായി ഒരു സഹതാപ വാക്ക് പറയാനോ കണ്ണീരൊഴുക്കാനോ പ്രതിപക്ഷ നേതാവോ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളോ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. കാരണം പാർട്ടിക്ക് അണികൾ വെറും ഉപയോഗിച്ച് തള്ളാനുള്ള കറിവേപ്പില മാത്രമാണ്. മക്കൾക്ക് കേസ് വരുമ്പോൾ ഉന്നത അഭിഭാഷകരെ വെച്ച് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തുന്ന നേതാക്കൾ തങ്ങൾക്ക് വേണ്ടി ചോരയൊഴുക്കാൻ ഇറങ്ങിയ പാവപ്പെട്ട അണികളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഈ കേസിൽ ഇഡിക്ക് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AJ സന്തോഷ് കുമാർ നടത്തിയ ശക്തമായ വാദങ്ങളാണ് കോടതി പൂർണ്ണമായും അംഗീകരിച്ചത്. കേസിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടക്കുകയാണെന്നും പ്രതികൾ അന്വേഷണത്തോടും തെളിവെടുപ്പിനോടും ഒട്ടും സഹകരിക്കുന്നില്ലെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയത്. പ്രതികൾക്കിപ്പോൾ ജാമ്യം നൽകിയാൽ അവർ ഒളിവിൽ പോകാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും അന്വേഷണം തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തതിലൂടെ കേസ് കൂടുതൽ ശക്തിയാർജിച്ചിരിക്കുകയാണ്. ഗുണ്ടായിസം കാട്ടി അന്വേഷണം ഒതുക്കി തീർക്കാമെന്ന് കരുതിയ നേതാക്കൾ ഒടുവിൽ സ്വന്തം അണികളെ ജയിലറയിലാക്കി അന്വേഷണം കൂടുതൽ കർശനമാക്കാനുള്ള അവസരമാണ് ഇഡിക്ക് ഒരുക്കി കൊടുത്തത്. ജയിലിൽ കിടക്കുന്ന 7 പേർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമാണ് ഇവിടെ ജീവിതം നഷ്ടപ്പെട്ടത്. അക്രമത്തിന് പ്രേരിപ്പിച്ച നേതാക്കളാരും ഇവർക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനോ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനോ വരാൻ പോകുന്നില്ല. ഈ കേസ് കൂടുതൽ ഉന്നതരിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ കൈ കഴുകി സുരക്ഷിത താവളങ്ങളിലേക്ക് മാറും. ഏതെങ്കിലും CPM നേതാക്കളുടെയോ അവരുടെ മക്കളുടെയോ കള്ളപ്പണവും അഴിമതിയും രക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങി ആയുധമെടുക്കുന്ന സഖാക്കൾക്ക് ഒരു വലിയ പാഠമാണിത്. ഇനിയെങ്കിലും സ്വന്തം ബോധം ഉപയോഗിച്ച് ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതുപോലെ നേതാക്കൾ സുഖമായി ജീവിക്കുമ്പോൾ അണികൾ ജയിലിൽ കിടന്ന് ആയുസ് തീർക്കേണ്ടതായി വരും.